എല്ലാവർക്കും പെട്രോൾ ബൂമിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ ടിയാഗോ EV മീഡിയം റേഞ്ചിൻ്റെ ഒരു ലോങ് ടേം യൂസർ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വാഹനം എടുത്ത സമയത്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഒരു റിവ്യൂ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഈ വാഹനത്തിൽ പോയിട്ടുള്ള 1-2 യാത്രകളുടെ വിശേഷങ്ങളും ചാനലിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം വാഹനം എടുത്തിട്ട് 9 മാസമായി. ഈ 9 മാസം കൊണ്ട് അറൗണ്ട് ഒരു 22,500 കിലോമീറ്റർ മേളിൽ ഈ ഒരു വാഹനം നമ്മൾ ഓടിച്ചു. അതിനിടയിൽ നമുക്ക് തോന്നിയിട്ടുള്ള നല്ല കാര്യങ്ങളും നമുക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റും അതുപോലെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചാർജിങ്, നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്ത് തുടങ്ങിയപ്പോൾ കറണ്ട് ബില്ല് വന്ന ഡിഫറൻസ്, പുറത്ത് ചാർജ് ചെയ്യുമ്പോഴുള്ള വിശേഷങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമ്മൾ വാഹനത്തിൻ്റെ വാക്കറൗണ്ടും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള റിവ്യൂ ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ മേളിൽ ഐക്കാർഡായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ ആസ് എ യൂസർ നമുക്ക് ഇതുവരെ ഈ വാഹനത്തിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. നമ്മൾ 2024 ജൂലൈയിലാണ് ഈ ഒരു വാഹനം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ടിയാഗോ EVയിൽ ചെറിയൊരു മോഡൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വാഹനം ഉള്ളിൽ നിന്നും പുറമേയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും 1-2 കോസ്മെറ്റിക്സ് അപ്ഗ്രേഡുകൾ അല്ലെങ്കിൽ ചേഞ്ചസ് പുതിയ മോഡൽ ഇപ്പോൾ വരുന്നുണ്ട്. ഫ്രണ്ട് ഫേസിൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ റിയർ ടെയിൽ ലാമ്പ് ഇപ്പോൾ ഒരു ഫോഗ്ഡ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു സ്മോക്ക്ഡ് ടൈപ്പാണ് വരുന്നത്. ദെൻ സ്റ്റിയറിംഗ് വീലിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ടിയാഗോയിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റം ആയിരുന്നു അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പുതിയ ടിയാഗോയിൽ കുറച്ചുകൂടെ വലിയൊരു ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആ ഒരു വാഹനത്തിൽ ഇപ്പോൾ പുതിയ മോഡലിൽ വരുന്നുണ്ട്. കാര്യമായിട്ടുള്ള ബാക്കിയുള്ള ഡിഫറൻസുകളൊന്നും പുതിയ വാഹനത്തിൽ അല്ലെങ്കിൽ പുതിയ മോഡലിൽ വന്നിട്ടില്ല. ഉള്ളിൽ നിന്ന് ബാറ്ററി ആണെങ്കിലും മോട്ടർ ആണെങ്കിലും മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ സിമിലർ ആണ്. ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും പുതിയ മോഡലിൽ നിന്ന് ഈ ഒരു മോഡലിൽ നമുക്ക് ഡിഫറൻസ് ഒന്നുമില്ല. സോ പുതിയൊരു അപ്ഡേറ്റ് വന്നതുകൊണ്ട് അത് നമ്മളൊന്ന് എടുത്തു പറഞ്ഞതാണ്. EV എടുത്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ EV കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് എത്ര കിട്ടും. എല്ലാവർക്കും അതറിഞ്ഞാൽ മതി, എത്ര കിലോമീറ്റർ ഈ വണ്ടിക്ക് റേഞ്ച് കിട്ടും എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. സോ ആദ്യം തന്നെ ആ ഒരു റേഞ്ചിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഈ ഒരു മീഡിയം റേഞ്ച് വാഹനത്തിൽ കമ്പനി പറയുന്നത് അല്ലെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് 250 കിലോമീറ്റർ റേഞ്ചാണ്. ഒരു ഫുൾ ചാർജിൽ 100% ചാർജ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 0 ആവുന്ന സമയം കൊണ്ട് നമുക്ക് 250 കിലോമീറ്റർ കവർ ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ഒരിക്കലും കമ്പനി പറയുന്ന ഡിജിറ്റിനോട് ടാറ്റ വാഹനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ടെസ്റ്റിംഗ് പ്രോട്ടോകോൾ അത്തരത്തിലായതുകൊണ്ട് തന്നെ ഒരിക്കലും കമ്പനി പറയുന്ന റേഞ്ച് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇതിൻ്റെ ലോങ് റേഞ്ചിൽ കമ്പനി 315 പറയുന്നുണ്ട്. എന്നാൽ പലർക്കും ഒരു 230, 250 കൂടുതൽ കിട്ടിയതായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിലാണ് ആ ഒരു മോഡലിന്, അതായത് ഇതിൻ്റെ ഹയർ ട്രിമ്മിന് നമുക്ക് 250 മുകളിൽ റേഞ്ച് കിട്ടാറുള്ളത്. എല്ലാവർക്കും ഒരു 200, 210, 220 റേഞ്ചൊക്കെയാണ് കിട്ടുന്നത്. നമ്മുടെ പരിചയത്തിൽ തന്നെ ഒരു 3 പേര് ടിയാഗോ EV ലോങ് റേഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ പറഞ്ഞൊരു 220 ഒക്കെയാണ് മാക്സിമം യൂസബിൾ ആയിട്ടുള്ള റേഞ്ച് കിട്ടുന്നത്. ഈ ഒരു വാഹനത്തിന്റെ കേസിൽ നമുക്ക് 250 കമ്പനി പറയുന്ന ഈ ഒരു മീഡിയം റേഞ്ച് വാഹനത്തിന്റെ കേസിൽ AC ഇട്ട് വലിയ കുഴപ്പമില്ല. അധികം നേരം സ്പോർട്സ് മോഡൊന്നും ഇടാതെ, അധികം റഷ് ചെയ്യാതെ, ഹറിബറി ഇല്ലാതെ ഒരു മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ ത്രോട്ടിൽ കൊടുത്ത് റീജനൊക്കെ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു 160 മുതൽ 180 കിലോമീറ്റർ, 180 കിലോമീറ്റേഴ്സ് വരെ ഇതിൽ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. ഒരിക്കലും കമ്പനി പറയുന്നത് പോലെ 100-ൽ നിന്ന് 0 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ പറ്റില്ല. മാക്സിമം ഒരു 10% ചാർജൊക്കെ ആകുമ്പോൾ 20-നും 10-നും ഇടയിൽ ഒരു ചാർജ് ആകുമ്പോഴായിരിക്കും നമ്മളെല്ലാം തന്നെ ഈ ഒരു വാഹനം നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ റെഗുലർ യൂസിൽ ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15% ചാർജ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മാക്സിമം ഒരു AC ഇട്ട് ഓടുകയാണെങ്കിൽ ഒരു 175 അല്ലെങ്കിൽ 170 കിലോമീറ്റേഴ്സ് ഈ വണ്ടിയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി AC ഓഫ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ AC ഓഫും ചെയ്ത് ഗ്ലാസും തുറന്നിട്ട് അധികം വണ്ടിയിൽ ത്രോട്ടിൽ കൊടുക്കാതെ ഒരു മോഡറേറ്റ് സ്പീഡിൽ ഒരു 50-നും 65-നും ഇടയിൽ ഒരു സ്പീഡിൽ ഈ വണ്ടി ക്രൂസ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 200+ കിട്ടും. കാര്യം ഞാൻ ഈ അടുത്തൊരു കറക്റ്റ് 1 മാസം മുന്നേ നമ്മൾ ഈ വാഹനത്തിൽ കൊല്ലത്ത് നിന്ന് നോർത്ത് വരെ, ഒരു കൊച്ചി വരെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ AC ഓഫ് ചെയ്തിട്ടാണ് പോയത്. അറൗണ്ട് ഈ പറഞ്ഞ പോലെ വാഹനത്തിൽ 25% ചാർജ് ബാക്കി നിൽക്കെ നമുക്ക് ഏകദേശം ഒരു 175 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ബാക്കി നമുക്കൊരു 15% കൂടി യൂസ് ചെയ്ത് 10% ആവാൻ നിന്ന് കഴിഞ്ഞാൽ 200 കിലോമീറ്റർ റേഞ്ച് കിട്ടുമായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ലെവൽ 3 റീജിയൻ ഇട്ടിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചത്. അതുപോലെ 70-80 കയറിയിട്ടുണ്ടായിരുന്ന ഇടയിൽ, എങ്കിലും ഓൺ ആൻ ആവറേജ് ഹൈവേ വണ്ടി കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഓൺ ആൻ ആവറേജ് ഒരു 50 to 65 റേഞ്ച് സ്പീഡിലാണ്, km/h സ്പീഡിലാണ് നമ്മൾ വണ്ടി ഓടിച്ചത്. സോ മാക്സിമം അത്രയും വരെ കിട്ടിയിട്ടുണ്ട്. ഇനി അറ്റ് ദ വേസ്റ്റ് നല്ല ഹില്ലി ടെറൈൻസ് ആണ്, കയറ്റമുള്ള റോഡൊക്കെ ആണെങ്കിൽ അങ്ങേ അറ്റം നമുക്കൊരു 120 വരെ കിട്ടിയ അവസ്ഥകളും ഈ വണ്ടിയിൽ ഉണ്ടായിട്ടുണ്ട്.
സോ വലിയ കുഴപ്പമില്ലാത്ത ഒരു ലൊക്കാലിറ്റി, അതായത് വലിയ ഹില്ലി ഏരിയാസിലല്ല നിങ്ങൾ താമസിക്കുന്നത്, സിറ്റി യൂസും ചെറിയ രീതിയിലുള്ള ഹൈവേ യൂസും ഒക്കെ ആണെങ്കിൽ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് AC ഇട്ട് ഓടുമ്പോൾ ഒരു 160 പ്രതീക്ഷിക്കുക. ഒരു 160 കണക്ക് കൂട്ടി ഈ ഒരു വാഹനം ഓടിക്കാവുന്നതാണ്. ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് എവിടെയും പോകാം. കാര്യം ഈ വണ്ടി എടുത്ത് ഒരു 4ാമത്തെ ദിവസം തന്നെ നമ്മൾ ഇതിൽ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനം കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം, കൊച്ചി ഓട്ടങ്ങളെല്ലാം ഇതിലാണ്. പിന്നെ ഈ അടുത്ത് വാഗമണ്ണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാൽക്കുലേഷൻ നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് ലൊക്കേറ്റ് ചെയ്തിട്ട് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ആസ് എ യൂസർ നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വണ്ടി ചാർജ് ചെയ്തിരുന്ന് റോഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥയും ഇതുവരെ സോഫാർ വന്നിട്ടില്ല. പലർക്കും അങ്ങനെ വരാറില്ല, എന്നാൽ വന്നിട്ടുള്ള കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പൊതുവെ കേൾക്കുന്ന ഒരു ചോദ്യം, ടാറ്റ ആയതുകൊണ്ട് റിലയബിലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ, സർവീസ് സെൻറ്ററിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ സോഫാർ വണ്ടിയിൽ ഈ 9 മാസത്തിനിടയിൽ, ഈ 22,500 കിലോമീറ്ററിനിടയിൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും, അതായത് ബ്രേക്ക് ഡൗൺസോ അങ്ങനെയുള്ളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള 1-2 കാര്യം എന്ന് പറയുന്നത്, ഒരു വട്ടം ഈ വണ്ടിയുടെ AC ഓൺ ആവാതിരുന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ AC വർക്കിംഗ് ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാനൊരു ഷോപ്പിൽ നിർത്തിയിട്ട് തിരിച്ച് കയറി കഴിഞ്ഞപ്പോൾ AC വർക്ക് ആവുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഞാൻ ട്രൈ ചെയ്തൊക്കെ നോക്കി, നടന്നില്ല. ഞാൻ തിരിച്ച് വണ്ടി ഓഫ് ചെയ്തു, പുറത്തിറങ്ങി വണ്ടി ലോക്ക് ചെയ്ത് തിരിച്ച് അൺലോക്ക് ചെയ്ത് അകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. AC വർക്കായി, പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചില സമയത്ത് ഹാങ് ആയിരിക്കാറുണ്ടായിരുന്നു. ഹാങ് ആവുക എന്ന് പറഞ്ഞാൽ ഓൺ ആവില്ല, ബ്ലാക്ക് സ്ക്രീനായിട്ട് നിൽക്കാറുണ്ട്. ആ സമയത്ത് ഇതുപോലെ വണ്ടി ഓഫാക്കി ഓൺ ആക്കുമ്പോൾ ആ ഒരു പ്രശ്നവും റെക്ടിഫൈ ആവുന്നുണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും ഇതിൽ നമുക്ക് വയേർഡ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. വയേർഡ് ആപ്പിൾ കാർപ്ലേ പലപ്പോഴും ഡിസ്കണക്ട് ആവാറുണ്ട്. ചിലപ്പോൾ കണക്ട് ആവാത്തൊരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫാക്ടറി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും വർക്ക് ആവുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് നിഗിൾസ് ഇതിനകത്തിലുണ്ട്. നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലാണ് ഇതുവരെ സോഫാർ പ്രശ്നങ്ങൾ വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസിലും ചില സമയത്ത് നമ്മൾ അമർത്തുന്ന സ്വിച്ച് ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ആയിരിക്കില്ല സ്ക്രീനിൽ വരുന്നത്. നമ്മൾ ട്രാക്ക് നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് മ്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സൗണ്ട് കൂടും. അങ്ങനെയൊക്കെയുള്ള ചില്ലറ കാര്യങ്ങൾ അതിങ്ങനെ ഓഫണായിട്ട് വീക്കിലി വൺസ് എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് വരാറുണ്ട്. കൈ തട്ടുന്നൊന്നുമല്ല കേട്ടോ, ഞാനത് സൂക്ഷിച്ച് തന്നെ നോക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പാട്ട് മ്യൂട്ടാവും. ഈ പറഞ്ഞ കൊച്ചു 2 പ്രശ്നങ്ങൾ നമുക്ക് ഇതിനകത്തിൽ വന്നിട്ടുണ്ട്. AC ഒറ്റവട്ടേ വന്നിട്ടുള്ളൂ കേട്ടോ. മ്യൂസിക് സിസ്റ്റത്തിനത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ആ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സർവീസ് സെൻറ്ററിലെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമുക്കിപ്പം വീട് തൊട്ടടുത്ത് തന്നെ ഒരു 600 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ടാറ്റയുടെ ലുക്സോണിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട്. അവിടെ തന്നെയാണ് ഈ വണ്ടി ഡെലിവറി എടുത്തതും. സർവീസ് അപ്പോയിൻമെൻറ്റ് കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പം നാളത്തേക്കാണെങ്കിൽ പോലും നമുക്ക് ഇന്ന് വൈകിട്ട് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം. വലിയ വീക്കെൻഡ് അങ്ങനെയുള്ള ദിവസങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സ്ലോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് വരുന്നില്ല. മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് എഞ്ചിൻ ഓയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറേണ്ടാത്തതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഒന്നും നമുക്ക് സർവീസിൽ മാറേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു അത്തരത്തിലൊരു ചിലവ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നില്ല. മെക്കാനിക്കൽ സൈഡ് സർവീസിന് നമുക്ക് കോസ്റ്റ് വരാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളെ കൊണ്ട് ഈ പറഞ്ഞ പോലെ വൈപ്പറിന്റെ ബ്ലേഡ്, AC പോളൻ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധിച്ച് മാറ്റിക്കുന്ന ഒരു പ്രവണത സർവീസ് സെന്റേഴ്സിൽ ഞാൻ കാണുന്നുണ്ട്. അതായത് ഒരിക്കലും നിങ്ങൾ EV എടുത്തു എന്ന് പറഞ്ഞിട്ട് ബില്ല് 0 അടിച്ച് തരാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ 1 വർഷം നിൽക്കേണ്ട AC പോളൻ ഫിൽറ്റർ ആണെങ്കിൽ അവർ ചിലപ്പോൾ 6 മാസം കൂടുമ്പം നമ്മളെ കൊണ്ട് മാറ്റിപ്പിക്കും. അതുപോലെ തന്നെ വണ്ടി എടുത്ത് 4-5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കൊണ്ട് വൈപ്പർ ബ്ലേഡ്, ഞാൻ പിന്നെ തർക്കിക്കാനോ കാര്യങ്ങളൊന്നും പോയില്ല, മാറ്റിക്കുള്ള കാര്യം മഴ വരുന്ന അമ്മ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, അപ്പോൾ റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പോയില്ല. നമുക്ക് ഈ പറഞ്ഞ വേറെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു തുക, അതായത് 100-300 രൂപയുടെ അകത്തായിരിക്കും നമുക്ക് റെഗുലർ സർവീസിന് കോസ്റ്റ് വരുന്നത്. അല്ല, ഈ നമുക്ക് പ്രൈമറി ചെയ്യേണ്ടത് അലൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റാണ് വരുന്നത്. പക്ഷെ ആ ഒരു ചെറിയ തുകയിൽ ബില്ലടിച്ച് തരാനുള്ള മടി കാരണം നമ്മളെ കൊണ്ട് ഇത് നിർബന്ധിച്ച് മാറ്റുന്നത് പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്തു. ഞാനിത് പലരോട് സംസാരിച്ചപ്പോൾ അവരും ഇത്തരത്തിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളൊരു ടാറ്റ EV ഓണർ ആണ്, നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ബാക്കി വണ്ടി എടുക്കാൻ പോകുന്നവർക്കും ബാക്കി യൂസേഴ്സിനൊക്കെ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. കമൻറ്റിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. പിന്നെ സർവീസ് സെൻറ്റർ സൈഡിൽ നിന്ന് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ലാസ്റ്റ് മന്തിൽ നമുക്ക് EV ഓണേഴ്സിനൊരു അവയർനെസ് ക്ലാസ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വണ്ടി എപ്പോൾ ചാർജ് ചെയ്യണം, അതുപോലെ ചാർജിങ് സൈക്കിൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര % ആകുമ്പോൾ വണ്ടി കുത്തിയിടണം,
അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരു ബേസിക് അവയർനെസ്, മഴയത്ത് കുത്തിയിടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ബേസിക് അവയർനെസ്സിന് വേണ്ടി നമ്മുടെ ഇതിപ്പം റാൻഡമായിട്ട് പല ഷോറൂമുകളിലും കണ്ടക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ പറഞ്ഞ അരമണിക്കൂർ അവർ അവയർനെസ് ക്ലാസ് കണ്ടക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് എടുക്കാനുള്ള സെഷൻ ആയിരുന്നു. ആ ഒരു സെഷൻ അങ്ങോട്ട് തുടങ്ങി. പിന്നെ പരാതികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. കമ്പനി പറയുന്ന റേഞ്ച് കിട്ടുന്നില്ല, ലോങ് റേഞ്ച് എടുത്തിട്ട് 150 കിലോമീറ്റർ പോലും റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സോൺ EV 450 അവകാശപ്പെടുന്ന വണ്ടിയിൽ 300 തയ്ക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ MG വിൻസർ EV മെയിൻ സ്ട്രീമായി സെയിൽസ് നല്ല നമ്പേഴ്സ് കൂടി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സോൺ EV ഒക്കെ എടുത്തവർക്കൊരു ചെറിയൊരു റിഗ്രഷൻ അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. കാര്യം ആ വണ്ടിയുടെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇന്റീരിയർ കംഫർട്ട് ആണെങ്കിലും പിന്നെ അതിൽ 300 കിലോമീറ്റർ റേഞ്ച് പറയുന്നുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും 280+ കിട്ടുന്നുണ്ട്. നമ്മളിപ്പം അധികം വൈകാതെ തന്നെ ഒരു വിൻസർ EVയുടെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ പലർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 300 കമ്പനി പറഞ്ഞിട്ട് 300 തന്നെ കിട്ടുന്നു അതാണ് നെക്സോൺ EV. അപ്പോൾ ഈ പറയുന്ന പോലെ നെക്സോണിൻ്റെ കാര്യത്തിൽ 450 പറഞ്ഞിട്ട് 300 കിട്ടുന്നില്ല, 280 പോലും കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്, അങ്ങനെ കുറേ കംപ്ലൈൻറ്റ്സ് നമ്മൾ അവിടെ കേട്ടു. സോ ആക്ച്വലി ടാറ്റ സർവീസ് ബെറ്റർ ആക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവീസ് മാത്രം ബെറ്റർ ആയിട്ട് കാര്യമില്ല. സർവീസ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ലുക്സോണിൽ അത്യാവശ്യം വൃത്തിയായിട്ട്, ഞാൻ ലുക്സോണിനെ ന്യായീകരിക്കുകയല്ല, ലുക്സോണിന് വലിയ കുഴപ്പമില്ലാതെ സോഫർ ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ അവർ വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമാണ് നമുക്ക് സർവീസ് അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഈ ലുക്സോൺ നിപ്പോൺ ഗ്രൂപ്പിൻ്റെയാണ്, നിപ്പോൺ ടൊയോട്ടയുടെ ഗ്രൂപ്പിൻ്റെയാണ്. അവരുടെ തന്നെയാണ് ഇഞ്ചോൺ കിയ. നമ്മുടെ ഫാമിലിയിലുള്ള കിയ സെൽറ്റോസ് ഞാൻ ഇഞ്ചോൺ കിയയിലാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വണ്ടി സർവീസ് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അവിടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ കസ്റ്റമർ ലോഞ്ചിൽ വെയിറ്റിംഗ് ആയിരിക്കും വണ്ടി കൊടുത്തിട്ട്. ഒരാൾക്ക് പോലും വണ്ടിയെ പറ്റിയൊരു മോശം, സർവീസിനെ പറ്റിയോ വണ്ടിയെ പറ്റിയോ ആൾക്ക് മോശം പറയാനില്ല. അവിടെ എല്ലാവരും പ്ലസൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല കാര്യമാണ്. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ ടാറ്റയുടെ സർവീസ് സെൻറ്ററിൽ പോകുമ്പോഴായാലും, ഇനി നമ്മുടെ XUV കൊണ്ട് മഹീന്ദ്രയുടെ സർവീസ് സെൻറ്ററിൽ പോകുമ്പോഴായാലും, അവിടെ ഒരു 80% ആളുകളും പരാതികൾ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ സർവീസിങ്ങിൻ്റെ മാത്രമല്ല, പലപ്പോഴും പ്രൊഡക്ട്സിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ഞാൻ ടാറ്റ മോശം പ്രൊഡക്റ്റുകൾ ഇറക്കുന്നതെന്നല്ല പറയുന്നത്. ടാറ്റ പലപ്പോഴും എടുത്തു ചാടി അനാവശ്യമായിട്ട്, അതായത് ബാക്കി ബ്രാൻഡുകൾ ഓവർടേക്ക് ചെയ്യണമെന്നുള്ള, അല്ലെങ്കിൽ ഫസ്റ്റ് കം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ആദ്യം എത്തണമെന്നുള്ളൊരു ചിന്തയിൽ അവർ പലപ്പോഴും വണ്ടി പ്രോപ്പറായിട്ട് ടെസ്റ്റിംഗ് ചെയ്യാതെ, പ്രോപ്പറായിട്ട് നിഗിൾസിനുള്ള സൊല്യൂഷൻസ് വരാതെ അവർ വണ്ടികൾ ലോഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലോഞ്ച് ചെയ്യുന്ന വണ്ടികൾക്ക് എന്തായാലും ഫസ്റ്റ് ബാച്ച് വണ്ടികൾക്ക് കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വരും. കാര്യം പ്രോപ്പർ R&D അതിന് നടന്നിട്ടില്ല, ആ വണ്ടി പ്രോപ്പറായിട്ട് അവർ ഓൺ റോഡിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ടാറ്റ എടുത്തു ചാടി പല ടെക്നോളജികളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഒരു വണ്ടിയുടെ ടെക്നോളജി ഒരു ഫീച്ചർ ഫിനിഷ് ആയില്ലെങ്കിൽ പോലും പറഞ്ഞ സമയത്ത് ലോഞ്ച് ചെയ്യേണ്ടതുകൊണ്ട് വണ്ടി നിർബന്ധിതരായിട്ട് ലോഞ്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള 1-2 മണ്ടത്തരങ്ങൾ ടാറ്റ കാണിച്ചു വെക്കാറുണ്ട് ഓരോ വാഹനങ്ങളിൽ. ആ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞതുപോലെ തിരിച്ച് മൊത്തത്തിൽ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. സോ ടാറ്റ അവരുടെ പ്രൊഡക്റ്റ് കുറച്ചുകൂടെ ഈ പറഞ്ഞാൽ, ഇപ്പം പുതിയ വാഹനം കർവിലൊന്നും ഞാൻ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടുവരുന്നില്ല. പിന്നെ വിൻസർ EVയുടെ അതിപ്രസരം കാരണം കർവിൻ്റെ സെയിൽസിലും നമുക്കൊരു ഡിപ്ലേഷൻ കാണാൻ പറ്റുന്നുണ്ട്. സോ അത്തരത്തിലേക്കാണ് ഞാനിപ്പം സർവീസിൻ്റെ കാര്യം പറഞ്ഞു വന്നുകൊണ്ട് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതാണ്. പിന്നെ വാഹനത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള നല്ല കാര്യങ്ങളെന്ന് പറയുന്നത്, റണ്ണിങ് കോസ്റ്റ്. ഒരു ബൈക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ വളരെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു 2 വീലർ കൊണ്ടുപോകുന്നതിനേക്കാൾ ചീപ്പറായിട്ട് ഈ ഒരു വാഹനം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു 2 വീലർ 50 കിലോമീറ്റർ മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു 2 വീലർ ഇമാജിൻ ചെയ്യാം. എന്നിട്ട് പെട്രോളിന് 1 ലിറ്ററിന് 100 രൂപ, 100 അല്ല 107 108 അങ്ങാണ്ടാണ്, എങ്കിലും 100 എന്നുള്ള രീതി നമുക്ക് കണക്കൂട്ടാനുള്ള എളുപ്പത്തിൽ 100 ആണെന്ന് അസ്യൂം ചെയ്യാം. 50 കിലോമീറ്റർ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു വാഹനത്തിൽ നമുക്ക് 1 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 2 രൂപ അപ്പോൾ ചിലവ് വരുന്നുണ്ട്. ഇപ്പോൾ പറയുന്നൊരിതും BS6 വണ്ടികൾക്കെല്ലാം ഒരു 35, 40, 45, 50 അങ്ങനെ 60 കിട്ടുന്നത്. എങ്ങനെ പോയാലും 1 കിലോമീറ്റർ ഓടാൻ നമുക്ക് 2 രൂപ ചിലവ് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു EVയുടെ കാര്യത്തിൽ കമ്പനി ഒന്നെന്ന് പറയുന്നു, എങ്കിലും 1.5 നമ്മുടെ ഇതുവരെയുള്ള വീട്ടിലെ കറണ്ട് ബില്ല് വന്നതിൻ്റെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു 1.5 രൂപയ്ക്കകത്തെ 1 കിലോമീറ്റർ ഓടാൻ നമുക്ക് ഈ വണ്ടിക്ക് ചിലവ് വരുന്നുള്ളൂ. ഈ ഒരു വാഹനം എടുത്തതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എക്സ്പൾസ് ഞാൻ കൊടുത്തു. കാര്യം എക്സ്പൾസിന് നല്ലതായിട്ട് ഓടിച്ച ഒരു 40-42 മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. 2V ആയിരുന്നു, 4V അല്ല. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ബൈക്ക് ഓടിച്ച് പോകുന്നതിനേക്കാൾ എന്തുകൊണ്ട് ലാഭമാണ് ടിയാഗോ EVയിൽ ചാർജും ചെയ്ത് AC ഇട്ട് പോകുന്നത്. അത് കാരണം ഞാൻ ആ ബൈക്ക് നമ്മൾ സെൽ ഓഫ് ചെയ്തു. പിന്നെ ഞാനും വേറെ 1-2 പ്ലാൻ ഉണ്ടായതുകൊണ്ട് അത് ധൈര്യമായിട്ട് ഞാനും കൊടുത്തു.
ഇതിപ്പം അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ വേണ്ടി എടുത്ത വാഹനമാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീട്ടിലൊരു വലിയ ഡീസൽ വണ്ടി കിടക്കുന്നെങ്കിലും ഇപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ പ്രൈമറി കാറായിട്ട് മാറിക്കഴിഞ്ഞു. ഒരുവിധ ഓട്ടങ്ങളെല്ലാം, നമുക്ക് പറ്റുന്ന ഓട്ടങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടിയിലോട്ട് സ്വിച്ചായി. ഇപ്പോൾ ഈ കണക്കുകളെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയൊരു തുക എക്സ്ട്രാ കൊടുത്തല്ലേ ഈ ഒരു EV വാങ്ങിയത്. പിന്നെ റീസെയിലും ക്രമാതീതമായിട്ട് വളരെ കുറവാണ്. നമ്മൾ യൂസ് ആൻഡ് ത്രോ എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ EVയിൽ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ അടുത്തൊരു EVയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് EVക്ക് റീസെയിൽ കിട്ടുമായിരിക്കും. ഒരിക്കലും പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പോലെ നമുക്ക് റീസെയിൽ കിട്ടുന്നില്ല. സോ ഈ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു 6 അല്ലെങ്കിൽ 7 ലക്ഷം രൂപയുടെ അകത്ത് ഒരു വാഹനം എടുക്കാനായിരുന്നു. ഇപ്പോൾ ടിയാഗോ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം ഈ പറഞ്ഞൊരു 7 ലക്ഷം രൂപ ബഡ്ജറ്റിൻ്റെ അകത്ത് കിട്ടുമെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് EV എടുത്തത്. നമുക്ക് മൊത്തത്തിൽ 9.5 ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് 9.5 ലക്ഷം രൂപയാണ് വണ്ടിക്ക് ആക്ച്വൽ പ്രൈസ് വന്നത്. സോ 7 ലക്ഷത്തിന് ഒരു പെട്രോൾ കാർ എടുക്കാൻ നിന്ന് നമ്മളാണ് 2.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ കൊടുത്തിട്ട് 9.5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം എടുത്തത്. നമ്മൾ ഈ വാഹനം എടുത്ത് 9 മാസം കൊണ്ട് 22,500 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ഈ വാഹനത്തിന് പകരം നമ്മൾ 7 ലക്ഷം രൂപയ്ക്ക് ഒരു പെട്രോൾ കാറായിരുന്നു എടുത്തതെന്ന് വിചാരിക്കുക. ഒരു 15 കിലോമീറ്റർ ടോട്ടൽ ആവറേജ് മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി ഒരു 15 കിലോമീറ്റർ കിട്ടുന്നതായിട്ട് അസ്യൂം ചെയ്യാം. അത്തരത്തിൽ നമ്മൾ 15 കിലോമീറ്റർ മൈലേജ് ഉള്ളൊരു വാഹനം എടുത്ത് ഈ 22,500 കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.25 അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ എണ്ണ ചെലവ് മാത്രമായിട്ട് വന്നേനെ. അതായത് ഇതിന് പകരം ഒരു പെട്രോൾ കാറായിരുന്നു ഇത്രയും കിലോമീറ്റർ ഓടുന്നുണ്ടായിരുന്നെങ്കിൽ എണ്ണ ചെലവ് മാത്രം, പെട്രോളിന് മാത്രം ഒരു 1.25 അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ അകത്ത് നമുക്ക് ചെലവ് വന്നേനെ. പിന്നെ മെയിൻ്റനൻസ് എക്സ്ട്രയാണ്. അവിടെ എഞ്ചിൻ ഓയിൽ ഈ പറഞ്ഞതുപോലെ 20,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 3 സർവീസിൻ്റെ സമയമായി. 1000 സർവീസ് വേണ്ടി വന്നേനെ, 10,000 സർവീസ് വേണ്ടി വന്നേനെ, അതുപോലെ 20,000 സർവീസ് വേണ്ടി വന്നേനെ. അങ്ങനെ ഈ പറയുന്ന 3 സർവീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എല്ലാം കൂടി 1.5 ലക്ഷം രൂപ ഫ്യൂൽ ഉൾപ്പെടെ 1.5 ലക്ഷം രൂപ ചിലവെന്ന് അസ്യൂം ചെയ്യാം. വേറസ് ഈ ഒരു വണ്ടി, ഈ ടിയാഗോ EV മീഡിയം റേഞ്ച്, നമ്മൾ ഇതെല്ലാം എടുത്ത് മൊത്തത്തിൽ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടി നോക്കിയാലും ഒരു 30,000 രൂപയ്ക്ക് മേളിൽ ഇതുവരെ റണ്ണിങ് കോസ്റ്റ് വന്നിട്ടില്ല. വീട്ടിൽ കറണ്ട് ബില്ല് വന്ന ഡിഫറൻസ് നോക്കുകയാണെങ്കിലും, പുറത്ത് ചാർജ് ചെയ്ത എമൗണ്ട് നോക്കുകയാണെങ്കിലും, അതുപോലെ സർവീസിനെല്ലാം കൂടെ വന്ന് നോക്കുകയാണെങ്കിൽ 30,000 പോട്ടെ 35,000 രൂപയ്ക്ക് മേളിൽ നമുക്ക് ഈ വാഹനത്തിന് ചിലവ് വന്നിട്ടേ ഇല്ല. സോ കമ്പയർഡ് ടു എ പെട്രോൾ കാർ, 7 ലക്ഷം രൂപയ്ക്ക് ഒരു പെട്രോൾ കാർ എടുക്കുകയായിരുന്നെങ്കിൽ അത് വെച്ചിട്ട് നോക്കുമ്പോൾ വെറും 9 മാസം കൊണ്ട് തന്നെ 1.25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ ഒരു വണ്ടി നമുക്ക് സേവിങ്സ് ആയിട്ട് തന്നു. പിന്നെ ആഡഡ് കംഫർട്ട്, പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി അത്യാവശ്യം ഉള്ളൊരു വാഹനമാണ്. സോ ഇതെല്ലാം കൂടെ വെച്ച് ആഡ് ഓൺ ചെയ്യുമ്പോൾ ഇനി ഒരു 9 മാസം കൂടി ഇതേ രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് എക്സ്ട്രാ ചിലവായ ഒരു പെട്രോൾ കാർ എടുക്കുന്നതിന് പകരം ഈ വണ്ടിക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അടുത്തൊരു 9 മാസം അല്ലെങ്കിൽ പോട്ടെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. സോ EVക്ക് വേണ്ടി എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പ്രൊക്യൂർ ചെയ്യുന്നതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. പിന്നെ എല്ലാവർക്കും ഉള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് EV എടുത്തു കഴിഞ്ഞാൽ ചിലവില്ല എന്നുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല. EV എടുത്താൽ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ KSEB എന്നാണ് കറണ്ട് എടുക്കുന്നത്, ചിലവ് വരും. നമ്മുടെ വീട്ടിൽ നോർമലി 3,500-4,000 രൂപയ്ക്ക് ബില്ല് വന്നുകൊണ്ടിരുന്നത് EV എടുത്ത ശേഷം നേരെ 10,000 ഷൂട്ട് ചെയ്തു. അതിനനുസരിച്ചുള്ള ഓട്ടം ഉണ്ട് കേട്ടോ. ഒരു മാസം 3,000 കിലോമീറ്റർ വണ്ടി ഓടുന്നുണ്ട്. അങ്ങനെ 10,000 രൂപയിലേക്ക് ബില്ല് പോയ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഒരു 5 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം വീട്ടിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടി ആക്ച്വലി പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഓടുന്നത്. നമുക്ക് ആകെ വരുന്നത് ഈ വാഹനത്തിന് നമ്മളൊരു 5 ലക്ഷം രൂപ ലോൺ ഇതിന് ബാലൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 5 ലക്ഷം രൂപ ലോണും സോളാറിന് വേണ്ടിയുള്ളൊരു ലോൺ സ്കീമിലാണ് എടുത്തത്. അതിനൊരു മാസം ഒരു 1,500, 1,600 എല്ലാം കൂടി 2,000 രൂപയുടെ അകത്ത് അതിന് ചിലവ് വരുന്നുണ്ട്. സോ ആ ഒരു 2,000 രൂപ ഒരു മാസം ചിലവാക്കുമ്പോഴത്തേക്ക് വീടും ഫ്രീ ആയിട്ട് പവർ ആവും, ഈ ഒരു വണ്ടി ഓടും. അത്തരത്തിലാണ് നമ്മുടെ ഇപ്പം കണ്ടീഷൻസ് പോകുന്നത്. മാസം 2,000 രൂപയാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു EVക്ക് റണ്ണിങ് കോസ്റ്റ് വരുന്നത്. നമ്മൾ ഉടനെ നിയർ ഫ്യൂച്ചറിലൊന്നും ഈ വാഹനം കൊടുക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒന്നും പ്ലാനില്ല, സെൽ ഓഫ് ചെയ്യാനുള്ള പ്ലാനില്ല. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഓടുന്ന അത്രയും വാറണ്ടി പീരീഡിൻ്റെ ഉള്ളിൽ ഓടിക്കുക. എപ്പോഴാണോ നമുക്ക് പുതിയൊരു വാഹനം എടുക്കാൻ തോന്നുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പുതിയൊരു EVയിലോട്ട് തന്നെ മാറാം. നമുക്ക് കാര്യം EV ആയിട്ട് അഡ്ജസ്റ്റഡ് ആയി. ഇപ്പോൾ വീട്ടിൽ വണ്ടി ഓടിക്കുന്ന ഞാനും അച്ഛനും അമ്മയും വണ്ടി ഓടിക്കുന്നവരാണ്. ഇനിയിപ്പോൾ അനിയത്തി ലൈസൻസ് എടുത്താൽ അവളും വണ്ടി ഓടിക്കും. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇപ്പോൾ EV സുപരിചിതമായി കഴിഞ്ഞു. നമുക്ക് EV നമ്മുടെ വീട്ടിലൊരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതാണെന്നുള്ള തോന്നൽ മനസ്സിലായി. വീട്ടിലെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് EV മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കിത് മാറിക്കഴിയുമ്പോൾ നമ്മൾ EVയിലോട്ടേ മാറത്തുള്ളൂ. സോ അങ്ങനെ ചെയ്യുമ്പോൾ
ഈ പറഞ്ഞ പോലെ ഈ വാഹനത്തിന് ചിലവായ പൈസ നമ്മൾ സേവിങ്സ് ആയിട്ട് ഫ്യൂൽ കോസ്റ്റിൽ നമ്മൾ സേവ് ചെയ്തെടുത്തോളും. ഈ ഒരു വണ്ടിക്ക് പകരക്കാരനായിട്ട് ഇനി ഒരു EV പറ്റത്തുള്ളൂ. നമുക്കൊരിക്കലും ഒരു പെട്രോൾ കാർ എടുത്ത് ഇപ്പം വീട്ടിൽ 2 വീലേഴ്സും ഇല്ല, അതുകൊണ്ട് തന്നെ സോളാറും വെച്ച സ്ഥിതിക്ക് നമ്മൾ ഇതിനൊരു പകരക്കാരൻ എന്തായാലും ഒരു EV വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ ദോഷങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. പിന്നെ പോരായ്മയായിട്ട് പറയാൻ പറ്റുന്നത് റേഞ്ച് കുറവാണെന്നുള്ളത് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളത് അറിഞ്ഞുകൊണ്ട് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് മീഡിയം റേഞ്ച് എടുത്തത്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. നിങ്ങളൊരു സിംഗിൾ കാർ ഉള്ള ഒരു ഗ്യാരേജ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും മീഡിയം റേഞ്ച് എടുക്കരുത്. ഗോ വിത്ത് ദ ലോങ് റേഞ്ച്. എപ്പോഴും നിങ്ങൾ ലോങ് ഓട്ടങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ടിയാഗോ EV പോലുള്ള EVs മാക്സിമം പ്രിഫർ ചെയ്യാതിരിക്കുക. ഒന്നെങ്കിൽ റേഞ്ച് നല്ലതായിട്ടുള്ള MG ZS EV പോലെ റിലയബിൾ ആയിട്ടുള്ള റേഞ്ചുള്ള ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കുക. അല്ലാത്ത പക്ഷം സെക്കൻഡറി കാറായിട്ടൊരു EV എടുക്കുക. അല്ലെങ്കിൽ ലോങ് ഓടാൻ സെക്കൻഡറി നിങ്ങളൊരു വാഹനം കണ്ടെത്തി വെച്ചതിന് ശേഷം മാത്രം EV നിങ്ങളുടെ പ്രൈമറി കാറാക്കി മാറ്റുക. അല്ലാത്ത പക്ഷം നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ലോങ് ഓടേണ്ട ഒരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും ഒരു EV എടുത്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു ഇൻസിഡൻറ്റ് വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ ബലം എന്ന് പറയുന്നത് വീട്ടിലൊരു SUV, ഒരു ഡീസൽ XUV 500 ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ഓടാനും ഒരു അത്യാവശ്യ സമയത്ത് നമുക്ക് അത് എടുക്കാമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അത്യാവശ്യമായിട്ട് കോയമ്പത്തൂർ വരെ പോകണമെന്നൊരു എമർജൻസി വന്നു. പക്ഷെ പോകേണ്ടി വന്നില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ ആ ഒരു പോകണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് XUV അവൈലബിൾ ആയിരുന്നില്ല, XUV കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. ഈ ഒരു വാഹനം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും പോകാമെന്നുള്ള മൈൻഡ് തീരുമാനിച്ചു. പക്ഷെ വണ്ടിയിൽ 34% ചാർജ് ഉള്ളൂ. ഞാനപ്പോൾ നേരെ ഇത് കൊണ്ടുപോയി ഒരു ചാർജ് സ്റ്റേഷനിൽ ആദ്യം ചാർജ് ചെയ്തു. അതിനുശേഷം വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് പോകാമെന്നാണ് ഡിസൈഡ് ചെയ്തത്. പോകുന്ന വഴിക്ക് 2 എടുത്ത് വെച്ചെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും, എങ്കിലേ നമുക്ക് കോയമ്പത്തൂർ എത്താൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ബുദ്ധിമുട്ടുകളെല്ലാം പരിഗണനയിൽ എടുത്തിട്ട് നമ്മൾ അത് പോകണ്ട, അതിന് ആ ഒരു എമർജൻസി ഇപ്പം എത്തിയില്ലെങ്കിലും കുഴപ്പമില്ലാന്നൊരു രീതിയിലോട്ട് എത്തിയതുകൊണ്ട് നമ്മൾ ആ യാത്ര പിന്നെ പോകണ്ടെന്ന് വെച്ചതാണ്. സോ ഇത്തരത്തിലുള്ള എക്സ്പെഷ്യലി മെഡിക്കൽ എമർജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ EV മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പരിചയത്തിൽ നമുക്കൊരു അത്യാവശ്യത്തിന് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു പെട്രോളിലെ ഡീസൽ കാർ കൂടി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. സോ ടേക്ക് EV വൈസ്ലി. കാര്യം ഇപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ മഹീന്ദ്രയുടെ 2 EVs, XEV9 അതുപോലെ BE6 വണ്ടി നല്ല വണ്ടികളാണ്, പവർഫുൾ വണ്ടികളാണ്, റിയർ വീൽ ഡ്രൈവ്, നല്ല റേഞ്ച് കിട്ടുന്ന, കാണാൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹ്യൂമൻഗസ് വണ്ടികളാണ്. അതിൻ്റെ ആ ഒരു അപ്പീലിംഗ് ലുക്ക് കാരണവും അതിൻ്റെ പവർ കാരണവും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ആസ്പെക്ട്സ് എല്ലാം നോക്കിയിട്ട് ഒരുപാട് പേരിപ്പോൾ ഈ പറഞ്ഞ EV ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി മഹീന്ദ്രയുടെ ഈ 2 വാഹനങ്ങൾ ഇപ്പോൾ എടുക്കുന്നുണ്ട്. പക്ഷെ പലരും ലുക്കിന് പുറകെ പോകുമ്പോൾ ഈ പറഞ്ഞൊരു പ്രാക്ടിക്കാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. സോ ടേക്ക് EV വൈസ്ലി. നിങ്ങൾ നല്ലതായിട്ട് നിങ്ങളുടെ യൂസ് വിലയിരുത്തി നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി നടത്തുന്നത് പോലെ ഒരു 1-2 ദിവസം ഇതിനുവേണ്ടി ചിലവാക്കിയ ശേഷം മാത്രം EVകൾ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക. കാര്യം ഒറ്റ കാറുള്ള ഒരാൾക്ക് ഒരു EV എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു നോർമൽ ഡീസലിലെ പെട്രോൾ കാർ ഉള്ളതുപോലെ പെരുമാറാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ EV ഈസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. അത് ഞാൻ അങ്ങനെ പറയണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി പെട്രോൾ കാറും ഡീസൽ കാറും പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കണമെന്നുള്ളവർക്കായിട്ട് ഹൈബ്രിഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ EV എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല, എല്ലാവർക്കും പറ്റിയ ഒന്നല്ല EVs എന്ന് പറയുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ഉപയോഗം വിലയിരുത്തി, നിങ്ങൾ എത്ര കിലോമീറ്ററാണ് നിങ്ങൾക്ക് ഓട്ടം വരുന്നത്, എത്ര രൂപ നിങ്ങളൊരു EVക്കായിട്ട് എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അത് എത്ര നാൾ കൊണ്ട് തിരിച്ച് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, ഈ വണ്ടി ഒരു എമർജൻസിയിൽ നിങ്ങൾക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ സെല്ല് ചെയ്യേണ്ടി വന്നാൽ എത്തരത്തിലായിരിക്കും എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തിയ ശേഷം മാത്രം ഏതൊരു EVയിലേക്ക് എടുക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, എപ്പോഴും ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അതിന് ഒരു 800 ആണെങ്കിൽ പോലും നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ ഒരു കൊച്ചൊരു വണ്ടിയാണെങ്കിൽ പോലും ഒരു IC എഞ്ചിനുള്ളൊരു വാഹനം വീട്ടിൽ ഇട്ടിട്ട് മാത്രം EV നിങ്ങളുടെ പ്രൈമറി കാറാക്കി മാറ്റുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഒരു വലിയ വണ്ടി, ഒരു ഡീസൽ അല്ലെങ്കിൽ ഒരു പെട്രോൾ വണ്ടി, വലിയൊരു വണ്ടിയും സെക്കൻഡറി ഓട്ടങ്ങളും ലോക്കൽ ഓട്ടങ്ങളും അങ്ങനെയുള്ള ഓട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ളൊരു കൊച്ചൊരു EV എടുത്തിടുക. കോമറ്റോ, ഈ പറഞ്ഞ പഞ്ചോ അല്ലെങ്കിൽ ടിയാഗോ അങ്ങനെയുള്ള ബഡ്ജറ്റ് കുറഞ്ഞ ഒരു EV എടുത്തിടുക. പിന്നെ ഇതിൻ്റെ ലാഭം കാരണം നമ്മൾ ഇതുകൊണ്ട് ലോങ് പോകും. പക്ഷേ അവിടെ നമ്മൾ ഒരിക്കലും അങ്ങനെ നമുക്കിപ്പം കൊച്ചിയിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നു, നമുക്ക് വേണമെങ്കിൽ ടിയാഗോ എടുത്തും പോകാം, വേണമെങ്കിൽ XUV എടുത്തും പോകാം. XUV എടുത്ത് പോകുമ്പം ഒരു 2000-2500 രൂപ ഡീസൽ അടിക്കണം. EV എടുത്ത് പോകുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ കണ്ടെത്തി 1 മണിക്കൂർ ചാർജ് ചെയ്യുക. ഒരു ഫുൾ ചാർജ് ഇപ്പോൾ ലുലുമാളിൽ നിന്ന് ചാർജ് ചെയ്താൽ പോലും ഒരു 400-450 രൂപയുടെ അകത്ത് അല്ലെങ്കിൽ 400 രൂപയും നമുക്ക് ചാർജിങ് കോസ്റ്റ് വരുന്നുള്ളൂ. സോ നമുക്കവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വെദർ ടു ചൂസ് XUV അല്ലെങ്കിൽ വെദർ ഈ പറഞ്ഞ പോലെ ടൈം കളയാതെ പോയി വരണോ, അതോ ടൈം പോയാലും നമുക്ക്
കയ്യിൽ നിന്ന് പോകുന്ന ചിലവാകുന്ന പൈസയാണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് കാരണം നമ്മുടെ കയ്യിൽ 2 വണ്ടി ഉണ്ടായതുകൊണ്ടാണ്. ഇതിന് പകരം ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസായിട്ട് ഇപ്പോൾ അമൃതയിൽ പോകാൻ അല്ലെങ്കിൽ കൊച്ചി പോകാനാണെന്നൊന്ന് അസ്യൂം ചെയ്താൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ അപ്പൂപ്പന് എല്ലാ 6 മാസം കൂടുമ്പോഴും അമൃതയില്ല. ഞാൻ അതാണ് വായിൽ അമൃതയിൽ നിന്ന് വന്നത്. അമൃതയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൂപ്പൻ്റെ ചികിത്സ മൊത്തം അമൃതയിലാണ്. നമ്മൾ XUV-യിലാണ് അപ്പൂപ്പനെ കൊണ്ട് പോകുന്നത്. കംഫർട്ടബിലിറ്റി നോക്കിയാണെങ്കിലും പിന്നെ നമ്മൾ ഇത് എല്ലാം കൂടെ നോക്കി XUV മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ അപ്പൂപ്പന് നല്ല രീതിയിലൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അമൃതയിലോട്ട് തന്നെയാണ് പോകുന്നത്. ബിക്കോസ് ഒരുപാട് മെഡിക്കൽ ഹിസ്റ്ററി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ വേറെ അടുത്തോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്നൊന്ന് അസ്യൂം ചെയ്യുക, ഒരു എമർജൻസി കേസ് വന്നാൽ ഇവിടുന്ന് ഒരു 140 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ എത്തണം. വീട്ടിലാകെ ഉള്ളതൊരു ടിയാഗോ EV ആണ്. പോരാത്തതിന് വണ്ടി ഓടി വന്നിട്ട് ചാർജ് തീർന്നു കിടന്ന സമയത്താണ് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വണ്ടി ടാക്സി എടുത്ത് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും ഒരു സെക്കൻഡറി ബാക്കപ്പ് വെച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ അതുപോലെ റിലയബിൾ ആയിട്ടുള്ള, അതുപോലെ റേഞ്ച് കിട്ടുന്ന നല്ല EVs എടുത്ത് അത് നമുക്ക് പറ്റിയതാണെന്ന് പരീക്ഷിച്ച് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം ഒറ്റ കാറിലേക്ക് മാറുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഈ വാഹനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്, ഇതിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി യൂസബിൾ അല്ല. ബിക്കോസ് ഈ ഒരു സീറ്റിൻ്റെ പൊസിഷനിങ് കാരണം നമുക്ക് തല പുറകിലോട്ട് വെച്ചാൽ നമ്മൾ പെഡലിക്ക് സ്ട്രെയിൻ കൊടുക്കുന്ന പോലെ ആയിപ്പോൾ. നോർമൽ രീതിയിൽ ഇരുന്നാൽ തല ഹെഡ് റെസ്റ്റിൽ മുട്ടില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ സീറ്റ് വളരെ ചെറുതാണ്. അടി ബാറ്ററിയും കൂടെ ഇരിക്കുന്നതുകൊണ്ട് പുറകെ 3 പേർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ. 2 പേർക്ക് കഷ്ടിയായിട്ടിരിക്കാം. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാലും മുട്ടുവേദന ഒരു പ്രശ്നമായിരിക്കും. ഫ്രണ്ട് സീറ്റും അത്ര വലിയ കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല. ലോങ് ഓടുന്ന സമയത്ത് എനിക്കും ബാക്ക് പെയിനും അതുപോലെ കാലിന് മുട്ട് വേദനയും വരുന്നുണ്ട്. അണ്ടർ സപ്പോർട്ട് വളരെ മോശമാണ്. സോ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സെഗ്മെൻറ്റ് നമ്മളപ്പോൾ പ്രൈസ് വെച്ച് നോക്കുന്നില്ല. സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, പെയിൻറ്റിൻ്റെ ക്വാളിറ്റി. പെയിൻറ്റ് കാണാൻ വളരെ പ്രീമിയമാണ്. പക്ഷേ ഈ എനിക്ക് പർട്ടിക്കുലർ കളറിൻ്റെ പ്രശ്നമാണോ അതോ ടാറ്റയുടെ എല്ലാ പെയിൻറ്റുകളും ഇത്തരത്തിലാണെന്നും അറിയത്തില്ല. ഇത് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസിന് പോലും ഭയങ്കര പ്രോണാണ്, അല്ലെങ്കിൽ ഭയങ്കര വൾണറബിൾ ആവും. പെട്ടെന്നാണ് ഈ വണ്ടി സ്ക്രാച്ച് ആവുന്നത്. അതുപോലെ ഈ വണ്ടി എങ്ങനെയൊക്കെ കഴിയുമെന്ന് പറഞ്ഞാലും ഇതിൽ വാട്ടർ മാർക്സ് അല്ലെങ്കിൽ വാട്ടർ സ്റ്റെയിൻ മാർക്സ് അങ്ങനെ തന്നെ ഇരിക്കും. അതിന് എത്ര വൃത്തിയായിട്ട് കഴുകിക്കഴിഞ്ഞാലും ഈ വണ്ടിക്ക് അതൊരു പ്രശ്നമാണ്. പെട്ടെന്ന് സ്ക്രാച്ചസ് വീഴുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ബാക്കി ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വണ്ടികളും ഇപ്പോൾ വീട്ടിലുള്ള വണ്ടികളും വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി ഡസ്റ്റ് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് റോഡിലോട്ട്, ഇപ്പോൾ ഇതും നമ്മുടെ കൂടെ മറ്റൊരു വണ്ടിയും കൂടെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു കാർ കൂടെ വരുന്നു, രണ്ടും ഒരുപോലെ വീട്ടിൽ നിന്ന് വാഷ് ചെയ്തെടുത്തതാണെങ്കിൽ മറ്റേ കാറിലുള്ള എൻ്റെ ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി ഡസ്റ്റ് ഈ വണ്ടിയിൽ കാണും. പോരാത്തതിന് ഈ വേരിയൻറ്റിൽ ബാക്കിൽ വൈപ്പർ വരുന്നില്ല. എനിക്ക് ടിയാഗോ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായ കാര്യമാണ്, ടിയാഗോയിൽ സ്റ്റാൻഡേർഡായിട്ട് ബേസ് വേരിയൻറ്റ് തൊട്ട് കൊടുക്കേണ്ടതെന്നാണ് റിയർ വൈപ്പേഴ്സ് എന്ന് പറയുന്നത്. കാര്യം മഴയുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലൊന്നും കാണില്ല. എസ്പെഷ്യലി ഇപ്പം ഈ ഹൈവേ പണിയും കൂടെ നടക്കുന്നുണ്ട്. ആ ഒരു റോഡിൽ കൂടെ മഴയത്ത് പോവുകയാണെങ്കിൽ ബാക്കിൽ ചെളി അടിഞ്ഞിട്ട് പുറകെ വരുന്ന വണ്ടിയുടെ ലൈറ്റ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഈ വണ്ടിയിൽ ഡസ്റ്റ് ആവുന്നുണ്ട്. അത് പേഴ്സണലി അതൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഇതിൽ വേറെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വേണമെങ്കിൽ പറയാം, ഇതിൻ്റെ ORMs നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഫോൾഡിങ് ഫംഗ്ഷൻ ഇല്ല. ഇത് ഫോൾഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പലരും ഇത് പിടിക്കാൻ നോക്കിയിട്ട് ഇത് ഫോൾഡ് ആവത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഫോൾഡ് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഞാൻ തന്നെ കൈയും കൊണ്ടൊന്ന് ഇടിച്ചാണ് ഈ മിറേഴ്സ് ഫോൾഡ് ചെയ്യുന്നത്. അത് കുറച്ച് സ്റ്റിഫായതുകൊണ്ട് തന്നെ ബൈക്കുകാരോ അല്ലെങ്കിൽ സൈഡിൽ തൂണിലോ എല്ലാം തട്ടിക്കഴിഞ്ഞാൽ ബാക്കിലുള്ള ഇൻഡിക്കേറ്ററും അതിൻ്റെ ഫുൾ ഹൗസിങ്ങും പൊട്ടാനുള്ള സാധ്യതയും ഇതിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ടിയാഗോ EV ഒക്കെ എടുത്ത് നിങ്ങളുടെ മാസം ബില്ലിൽ, നമുക്ക് നോർമലി 2 മാസം കൂടുമ്പോഴാണ് ബില്ല് വരുന്നത്, 2 മാസം കൂടുമ്പോഴുള്ള ബില്ലിൽ ഒരു 2500 അല്ലെങ്കിൽ 3000 രൂപയുടെയൊക്കെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഗോ വിത്ത് സോളാർ വെക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അതിപ്പോൾ ടിയാഗോ EV എന്നല്ല, ഏതൊരു EV ആണെങ്കിലും നിങ്ങളുടെ ഒരു മാസത്തെ ബില്ലിൽ ഒരു 2000 രൂപയ്ക്ക് അടുത്ത് ഡിഫറൻസ്, 2 മാസം കൂടുമ്പോൾ വരുന്ന ബില്ലിൽ 3000, 3500, 4000 രൂപയ്ക്ക് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ, ബില്ലല്ല ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ സോളാർ വെക്കുന്നത് എന്തുകൊണ്ട് ഒരു നല്ല ഡിസിഷൻ ആയിരിക്കും. ഇപ്പോൾ സോളാറിന് ലോണും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സോളാർ വെച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ടെക് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ലിങ്കും താഴെ കൊടുത്തേക്കാം. അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർക്ക് ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. സോളാറിൻ്റെ ലോൺ എത്തരത്തിലാണ്, അതുപോലെ എത്ര യൂണിറ്റ് ചെയ്യാൻ പറ്റും, സബ്സിഡിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഈ വണ്ടി എടുത്ത് നമുക്ക് സോളാർ പ്ലസ് EV കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അധികം വൈകാതെ തന്നെ നമുക്ക് ചെയ്യാം. സോ EV മേടിച്ചിട്ട് സോളാർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ അധികം വൈകാതെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്.
സോ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നിങ്ങൾ ഈ ഒരു വണ്ടിയെ പറ്റി അറിയാൻ വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചധികം ഇൻഫർമേഷൻസ് കിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. പിന്നെ ഞാൻ അറിയാതിരുന്ന് കുറേ കത്തിയടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ബിക്കോസ് നമുക്ക് ക്യാമറ ഓണാക്കി വെച്ച് വണ്ടികളെ പറ്റി ഞാൻ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇത്രയും ബോധറാവില്ല. പക്ഷേ വണ്ടിയെ പറ്റി യാത്രകളെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഞാനങ്ങ് സംസാരിച്ചു പോകും. നമ്മൾ എത്ര കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്, ഇപ്പം വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് 23 കിലോമീറ്റർ ഓടിച്ചു ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ. അത്ര ഓടി നമ്മളപ്പോൾ വണ്ടി ഓടുന്നത് പോലും അറിയുന്നില്ല. അതുപോലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതപ്പോൾ ഇപ്പോൾ ഒരു ഹരമാണ് വണ്ടികളെ പറ്റി വണ്ടിയുടെ അകത്തിരുന്ന് ഇങ്ങനെ ബ്ലാ ബ്ലാ പറയുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഹോബിയായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. പിന്നെ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ടോപ്പിക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വണ്ടികളെ പറ്റി പർട്ടിക്കുലറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ പറയാം. നിങ്ങൾ അത്തരത്തിലുള്ള ഏതെങ്കിലും വണ്ടികൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷോറൂമിൽ പോയിട്ട് ആ വണ്ടികളുടെ വീഡിയോ റിവ്യൂ എടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഏതെങ്കിലുമൊക്കെ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകളെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ വേണമെങ്കിൽ അത് നിങ്ങൾ പറയുകയാണ്. ഇപ്പം ഞാനൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമാറ്റിക്സിനെ പറ്റി ഒരു വീഡിയോ ഞാൻ മൈൻഡിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ EV എടുക്കുമ്പോൾ ഉള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാൽക്കുലേഷൻസ്, കറണ്ടിൻ്റെ കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ജനറൽ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്ത് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. ഞാനിപ്പോൾ അധികം വൈകാതെ നമ്മളൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നതിൻ്റെ ഒരു പ്ലാനൊക്കെ ഉണ്ട്. സോ അധികം വൈകാതെ ചാനൽ കുറച്ചൊന്ന് ആക്റ്റീവ് ആക്കിയിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. പിന്നെ നമ്മുടെ ഗ്യാരേജിലേക്ക് ഒരു പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഒരു 1-1.5 ആഴ്ചയ്ക്കുള്ളിൽ ഒരു അപ്ഡേറ്റ് കാണും. അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. സോ നമ്മുടെ ടിയാഗോ EV മീഡിയം റേഞ്ചിൻ്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓണർഷിപ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. വണ്ടി പവറിൻ്റെ കാര്യങ്ങൾ, അത് ഡ്രൈവിംഗ് റിലേറ്റഡുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ എക്സ്ട്രാ എടുത്ത് പറയാതിരുന്നത്. സോ ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ, കറണ്ട് ബില്ലിൽ വന്ന ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, 1.5 രൂപ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. ഫാസ്റ്റ് ചാർജിങ്ങിൽ അത്തരത്തിലല്ല വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിലുള്ളൊരു കാര്യം, ഇപ്പോൾ റേറ്റിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പണ്ട് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഗോയിസിയിൽ നമുക്ക് 15 രൂപ ഇൻക്ലൂഡിങ് GST ഒരു യൂണിറ്റിന് നോർമൽ ചാർജിങ് സ്റ്റേഷനിൽ 15 രൂപയായിരുന്നു വരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 17.5 പ്ലസ് GST അറൗണ്ട് 20 രൂപ വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി ലുലു മാളും ചില 5 സ്റ്റാർ ഹോട്ടൽസ് അത്തരത്തിലുള്ള പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷൻസ് ആണെങ്കിൽ അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലുലുവിൽ ചാർജ് ചെയ്ത് വണ്ടി ഇറങ്ങുന്നതിന് എത്ര 28 രൂപ ഒരു യൂണിറ്റിന് വരുന്നുണ്ട് കേട്ടോ, കൊച്ചി ലുലുവിൽ. പിന്നെ ചാർജ് മോഡ് ആപ്പിൽ ഒരു നല്ല മാറ്റം വന്നു. അവർ വാലറ്റ് സമ്പ്രദായം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു യൂണിറ്റിന് അവർ 15 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. സോ ചാർജ് മോഡിൻ്റെ ഒരുവിധം ചാർജിങ് സ്റ്റേഷൻസിലെല്ലാം ഒരു യൂണിറ്റിന് 15 രൂപ എന്നുള്ള നിരക്കിൽ കിട്ടുന്നുണ്ട്. ഗോയിസി ചാർജിങ്ങിൻ്റെ നിരക്ക് ഇച്ചിരി വല്ലാതെ പെട്ടെന്ന് കൂട്ടിക്കളഞ്ഞു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ചാർജിങ്ങിൽ ഈ ഒരു വണ്ടി നമുക്കൊരു 20% ചാർജൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 15 യൂണിറ്റൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ യൂസായി വരുന്നത്. ഒരു ഫ്ലാറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ 350 രൂപയ്ക്കകത്ത് ചാർജ് ചെയ്താൽ നമുക്കൊരു 160-170 കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടിക്കാം. ഇത് ഞാൻ പറഞ്ഞത് പുറത്ത് ചാർജ് നമ്മൾ പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷൻസിൽ ചാർജ് ചെയ്യുമ്പോൾ കാര്യമാണ്. വീട്ടിൽ ചാർജിങ് വെച്ചിട്ടാണെങ്കിൽ 100 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ അറൗണ്ട് ഒരു 75-80 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടുന്നതാണ്. നമുക്ക് കറണ്ട് ബില്ല് വരുന്ന ഡിഫറൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ചാർജിങ്ങിൻ്റെ ടൈമിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് പുറത്തൊരു 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെയാണ് ഒരു ഫുൾ ചാർജിങ്ങിന് എടുക്കുന്നത്. ഈ വണ്ടി 14 കിലോ വാട്ടിൽ ചാർജ് ആവത്തുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ എത്ര വലിയ ചാർജർ കൊണ്ട് കുത്തിയെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല, ഈ വണ്ടി 14 കിലോ വാട്ട്സേ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ലോങ് റേഞ്ച് 19 കണ്ട് എടുക്കും, 19 കിലോ വാട്ട്സ് ചാർജിങ് കണ്ട് ചാർജ് ആവും. ഇതിൽ 14 കിലോ വാട്ട് ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. 15% ചാർജിലൊക്കെ കൊണ്ട് ചാർജ് ചെയ്യാൻ ഇടുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 1 മണിക്കൂർ 10 മിനിറ്റൊക്കെ നമുക്ക് ചാർജിങ്ങിന് പുറത്ത് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ നമ്മൾ ഇതുവരെ അങ്ങനെ പ്രിസൈസ് ആയിട്ട് നോക്കിയിട്ടില്ല. ഓവർനൈറ്റ് ചാർജിങ് നമ്മൾ ഓഫ് പീക്ക് അവറിൽ ഒരു 11 മണിയായിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ TOD സ്കീമിലോട്ട് മാറി കഴിയുമ്പോഴും വണ്ടി ഓഫ് പീക്ക് അവറിൽ ചാർജ് ആവുന്നതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. അതിന് നമുക്ക് ടൈം എക്സാക്റ്റ് ആയിട്ട് നോക്കിയിട്ടില്ല. ഒരു 30-40 ഇടയിൽ % ചാർജ് ഉള്ളപ്പോഴാണ് നമ്മൾ വണ്ടി പുതിയ കുത്തിയിടാറ്. കുത്തിയിട്ട് രാവിലെ എണീക്കുമ്പോൾ എന്തായാലും ഫുൾ ചാർജ് ആയിരിക്കും. ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 11 മണിക്ക് ഇട്ടാൽ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ ഫുൾ ചാർജ് ആവുന്നുണ്ട്. അതും 0 to 100 അല്ല കേട്ടോ. 0 to 100 എനിക്ക് തോന്നുന്നു ഒരു 7-8 മണിക്കൂർ എങ്ങാണ്ട് എടുക്കുമെന്ന് തോന്നുന്നു. സോ ചാർജിങ് അത്തരത്തിലാണ്. എപ്പോഴും ഓഫ് പീക്ക് അവറിൽ ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ഈ വാഹനത്തിലുള്ള ഒരു പ്രശ്നം, അതെനിക്കിപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 7500 കിലോമീറ്ററാണ്.
അപ്പോൾ നമുക്കിപ്പോൾ 10,000 കിലോമീറ്റർ ആണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 10,000 ആകുമ്പോൾ സർവീസ് ചെയ്യാം, 20,000 ആകുമ്പോൾ സർവീസ് ചെയ്യാം, 30,000 ആകുമ്പോൾ സർവീസ് ചെയ്യാം. ഇനി സ്കോഡ ഫോക്സ് വാഗൺ കാറുകൾ പോലെ 15,000 ആണെങ്കിൽ ഓർത്തിരിക്കാൻ കുഴപ്പമില്ല. 15,000, 30,000, 45,000, 60,000 അത് അങ്ങനെ പോകും. എന്നാൽ ഈ വാഹനത്തിൽ 7,500 കിലോമീറ്റർ കൂടുമ്പോഴാണ് ചാർജിങ് വരുന്നത്. ഇതിൻ്റെ MIDയിൽ ഫ്രണ്ടിലത്തെ സ്ക്രീനിൽ അത് കാണിക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്ന് ഇതിൻ്റെ ആപ്പ് കണക്ടിവിറ്റിയും നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ സർവീസ് ഇൻ്റർവെല്ലും കറക്റ്റ് ആവുന്നില്ല. ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഈ വണ്ടി സർവീസ് ഡ്യൂ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർവീസ് എനിക്ക് ഒന്ന് 14,500 15 അങ്ങനെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത സർവീസ് 21,500-നും 22,500-നും ഇടയിലാണോ, 22,500-നും 23,500-നും ഇടയിലാണോ എന്നുള്ളത് അറിയില്ല. ടാറ്റയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന കിലോമീറ്ററിൻ്റെ അകത്ത് ചാർജ് ചെയ്തില്ലെങ്കിൽ അവർ ഫ്രീ സർവീസിന് നമുക്കിടെ ഇന്ന് ലേബർ ഈടാക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞാനിപ്പോൾ എന്തായാലും ഊഹം വെച്ചിട്ട് ഈ ആഴ്ച ഞാൻ സർവീസിന് കൊടുക്കും. ചെല്ലുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ പേയ്മെൻറ്റ് അതിന് ബില്ലിട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കാവുന്നതിനാണ്. കാര്യം ഈ സർവീസ് ഇൻ്റർവെൽ വണ്ടിയിൽ കൃത്യം കാണിക്കാത്ത കാര്യം ഞാൻ അവിടെ എടുത്ത് പറഞ്ഞതാണ്. അതിനുവേണ്ടി 3 വട്ടം പോയതാണ്. എനിക്ക് കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ആകെ ഉണ്ടായിരുന്ന ഗുണം ഇതിൻ്റെ ആപ്പ് കണക്ടിവിറ്റിയാണ്. അതും ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് പോയതാണ്. ഇന്ന് ഒരു ആപ്പ് പിന്നെ റീകണക്ട് ആയിട്ടില്ല. ഇപ്പോൾ വണ്ടി ആക്ച്വലി സെർവറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഉള്ളത്. അത് ഒരു പ്രശ്നമായിട്ട് തന്നെ വേണമെങ്കിൽ പറയും. ഈ 7,500 സർവീസ് ഇൻ്റർവെല്ലിലൂടെ ആയതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. സോ വീഡിയോ നമ്മളോട് ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്താൽ അത്രയും നല്ലത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വാഹന വിശേഷം നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.